ആലപ്പുഴ ക്ഷേത്രവാദ്യ വിദ്യാലയം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇടയ്ക്ക പൂജാകൊട്ടിൽ ഉപയോഗിക്കുന്ന കൂറുകളിൽ രൂപക താളത്തിലെ കൂറാണ്. ഈ രൂപക താളത്തിലെ കൂറ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പന്തീരടി എന്നൊരു പൂജയുണ്ട്. അതായത് നമ്മുടെ നിഴല്, സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ നിഴല് 12 അടി പോകുന്ന ദൂരം വരെ എത്തുന്ന സമയം കണക്കാക്കുന്ന ആ സമയത്തുള്ള പൂജയാണ്. അതായത് നമ്മുടെ നിഴല് 12 അടി പടിഞ്ഞാട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ അല്ലെ ഭഗവതിക്ക്, നമ്മുടെ ഉപാസനമൂർത്തിക്ക് അർപ്പിക്കുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയാം. വളരെ പ്രാധാന്യമുള്ളൊരു പൂജയാണത്. പന്തീരടി പൂജയ്ക്ക് അതുപോലെ ഉച്ചപൂജയ്ക്കും രൂപക താളത്തിലെ കൂറാണ് ഇടയ്ക്കയിൽ ധ്യാനി പാടിയതിന് ശേഷം കൊട്ടുക. അപ്പോൾ ധ്യാനി പാടുന്നതും, ധ്യാനി എന്ന് പറഞ്ഞാൽ സ്തുതി, അത് ധ്യാനി എന്നും പല രണ്ട് ഭാഷയിൽ പറയുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 6 നാടുകളിന് 60 ഭാഷ എന്ന രീതിയിൽ ധ്യാനി എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. ആ ദേവനെ ആ സമയത്ത് സ്തുതിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ധ്യാനി പാടുന്നതും ഇതേ രൂപക താളത്തിലായിരിക്കും. അതായത് ഏത് താളത്തിൽ ധ്യാനി പാടുന്നു ആ താളത്തിൽ കൂറ് കൊട്ടുക. അപ്പോൾ പന്തീരടിക്ക് ഉച്ചപൂജയ്ക്ക് നമ്മൾ രൂപക താളത്തിൽ ധ്യാനി പാടുന്നു, അപ്രകാരം രൂപക താളത്തിലെ കൂറും നമ്മൾ പ്രയോഗിക്കുന്നു. ഇത് വളരെ റെയറായിട്ട് ഇതിൻ്റെ ഇരട്ടിക്കൂറ് കൊട്ടാറുണ്ട്. അതായത് എല്ലാ 5 കൂറുകളിലെ വലിയ ഗണപതി ഒഴിച്ചുള്ള രണ്ടാമത്തെ കൂറ് പ്രദോഷക്കൂറ് ചമ്പതാളത്തിൽ, മൂന്നാമത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ത്രിപുടക്കൂറ്, നാലാമത് ഇപ്പം നമ്മൾ കണ്ട രൂപക താളത്തിലെ കൂറ്, 5ാമതൊരു കൂറുണ്ട്, അത് ആദ്യ താളത്തിൽ. ഈ 2, 3, 4, 5 എന്ന 4 കൂറുകൾക്കും ഇരട്ടിക്കൂറും പ്രയോഗിക്കാറുണ്ട്. അത് ഒത്തിരി സമയം എടുത്തുള്ള പൂജയാണെങ്കിൽ നമ്മളത് പ്രയോഗിക്കാറുണ്ട്. അത് പക്ഷേ ഇന്ന് അധികം ആൾക്കാർ പ്രയോഗിച്ച് കാണുന്നില്ല. അങ്ങനെ പലതും പ്രയോഗിക്കാതെ ഇരുന്നിരുന്ന് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 62ഓളം കേരളീയ രാഗങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിലിപ്പോൾ ഏതാണ്ട് ഒരു 11 രാഗങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. ഞങ്ങളൊക്കെ പലതും അന്വേഷിക്കുന്നുണ്ട്.